സിമിലർ പ്രോബ്ലംസ് പാർട്ട് 1. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ കണ്ടാൽ വ്യത്യാസം തോന്നും, പക്ഷേ 3ഉം ചെയ്യേണ്ടത് ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. ഇതിൽ ഒരു വാഹനം ആകെ ദൂരത്തിൻ്റെ ആദ്യ പകുതി 20 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും ബാക്കി ദൂരം 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണണം. ശരാശരി വേഗതയാണ് കാണേണ്ടത്. പ്രത്യേകത എന്താ? ഈ 2 ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. കാരണം ആകെ ദൂരത്തിൻ്റെ ആദ്യ പകുതി പിന്നെ ബാക്കി ദൂരം പറഞ്ഞാൽ പകുതി. അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. ഇതിലോ ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്ന് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ച് എയിലെത്തി. അപ്പോൾ എന്താ? എയിലേക്ക് പോയി തിരിച്ച് ബിയിലേക്ക് വന്നു, എയിലേക്ക് പോയി തിരിച്ച് ബിയിലേക്ക് വന്നു. അവിടെയും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. ശരാശരി വേഗത കാണണം. ഒരു കാർ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം 30 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത. ഇതിലും ശരാശരി വേഗത, എല്ലാത്തിലും ശരാശരി വേഗത. ഇവിടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം അടുത്ത 120 കിലോമീറ്റർ ദൂരം, അപ്പോൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ ഈ 3 കണക്കിലും 2 ഘട്ടങ്ങൾ വീതം കൊണ്ട് എല്ലാത്തിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യം, കാണേണ്ടത് ശരാശരി വേഗത. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം 2xy/x+y ആണ്. വില കൊടുക്കുക 2 × x ഉം y ഉം വേഗതകൾ എത്രയൊക്കെയാണ്? 20ഉം 30ഉം. 20 × 30/20 + 30. ഇപ്പോൾ 2 × 2 4 × 3 12 2 0 1200/50. നമുക്കൊരു 0 വിട്ട് കളഞ്ഞ ഉത്തരം 24 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അതുപോലെ ഇതിലും സൂത്രവാക്യം അത് തന്നെയാണ്. 2 × ഏതൊക്കെ വേഗതകളൊക്കെ? 50ഉം 30ഉമാണ്. 50 × 30/50 + 30. 2 × 5 10 × 3 30 2 0, അതായത് 3000/50 30ഉം 80. ഒരു 0 വെട്ടിപ്പോയ 300/8 4 കൊണ്ട് പിടിച്ചെടുക്കാം. എത്ര വരും? 7 4 28 75/2 വരും. ഇത് ഹരിച്ച 37.5 കിലോമീറ്റർ പ്രതി മണിക്കൂർ. അടുത്തതിലും 2 × ഏതൊക്കെ വേഗതയുള്ള 30ഉം 20ഉം. 2 × 30 × 20/30 + 20. അത് ഇത് തന്നെയാണ്. 2 × 20 × 30/20 + 30 എത്ര വരും? 24 കിലോമീറ്റർ പ്രതി മണിക്കൂർ.